പാരൻസ് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലി മൊത്തം ഈ ഫംഗ്ഷൻസിന് പോകണമെന്നാണെങ്കിൽ അവരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ എന്തായാലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് സാക്രിഫൈസ് എന്തായാലും ചെയ്തേ പറ്റൂ. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ എസ്തയാണ്. ഈ കഴിഞ്ഞിരിക്കുന്ന നീറ്റ് MDSൽ ഓൾ ഇന്ത്യ റാങ്ക് 166 വാങ്ങിച്ചിരിക്കുന്ന ആളാണ്. സോ എസ്ത ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ എ ബി ഷെട്ടി ഡെൻ്റൽ കോളേജിലാണ് പഠിച്ചത്, മാംഗ്ലൂർ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എസ്ത 2018 ബാച്ച് ആണ് അല്ലേ? 19 ബാച്ച്. അപ്പോൾ ജസ്റ്റ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. എത്ര മാസം ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട്? 8 മാസമായിക്കണം. ഓഗസ്റ്റിൽ കഴിഞ്ഞത്. അപ്പം മേ ബി ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ജനുവരിയിൽ എക്സാം വരും എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് പ്രിപ്പറേഷൻ ഇരുന്നിരുന്നായിരുന്നോ? ഇല്ല, അന്ന് അത്ര സീരിയസ് ആയിരുന്നില്ല. അത് കഴിഞ്ഞു ജനുവരിയിൽ വരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ന് മുതൽ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ആക്കിയിരുന്നത്? മേ ബി പ്രീവിയസ്ലി പ്ലാൻ ആക്കിയിരുന്നത്? ഇന്റേൺഷിപ്പിൽ ചെയ്തിരുന്നു. പക്ഷെ ഒരു 2 or 3 hours മാത്രം എല്ലാ ദിവസവും മാറ്റി വയ്ക്കാൻ പറ്റിയായിരുന്നുള്ളൂ. പിന്നെ ജനുവരിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10 hours എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ പറ്റിയിരുന്നു. എവിടെ നിന്നാണ് പ്രിപ്പറേഷൻ ചെയ്തത്? വീട്ടിൽ നിന്നാണ്? വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് ഈ ബാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് DBMC MDSൽ എത്തുന്നത്? ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു ഏജന്റ് വന്ന് നമുക്ക് ആപ്പിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി എന്നിട്ടൊരു ഫ്രീ ട്രയൽ തന്നായിരുന്നു. അപ്പോൾ അതിലങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്തതാണ്. അതിലെ ഓഡിയോ ക്ലാസ്സസ് ആയാലും ക്വസ്റ്റ്യൻസും ഒക്കെ ഇങ്ങനെ റിവൈസ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആയിരുന്നു? ഹിമാനി മാം തന്നെയാണ്. എങ്ങനെയൊക്കെ ഇപ്പോൾ ആ ഒരു മോട്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ മേ ബി നിങ്ങൾ ഓൺലൈനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് ഇന്റേൺഷിപ്പിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് അല്ലേ? എന്ത് ടാർഗറ്റ് ഉണ്ടായോണ്ടായിരുന്നു അങ്ങനെ പോകാൻ പറ്റിയിരുന്നത്? BDS കഴിഞ്ഞിട്ട് MDS വേണമെന്ന് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ആഗ്രഹം ഉള്ളതാണ്. ബട്ട് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇന്റേൺഷിപ്പിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എന്തായാലും പേഷ്യൻസിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണമായിരിക്കും തിരിച്ചു വരുമ്പോൾ. അപ്പം അങ്ങനെ അത്ര വയ്യാത്ത ദിവസം നമ്മൾ കാലത്ത് എനിക്ക് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു മോർണിംഗ് നേരത്തെ എനിക്ക് വായിക്കുക. പിന്നെ അന്ന് തന്നെ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ഉള്ള ചോദ്യങ്ങൾ അതൊക്കെ സോൾവ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ മെയിനായിട്ടും പ്രിപ്പറേഷൻ ഈ ഇത് കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു. ഓഗസ്റ്റിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഈ 10 hours നോക്കുമ്പോൾ തന്നെയായിരുന്നു. ക്ലാസ്സസ് കാണാം, അത് കഴിഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെ. പിന്നെ റിവിഷനും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ 2019 ബാച്ചിൽ നിന്ന് നേരിട്ട് MDSലേക്ക് കയറുക എന്നുള്ളത് സാധാരണ എല്ലാവരും ഒരു വർഷത്തേക്ക് ഡ്രോപ്പ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എസ്ത ഒരു ഡിഫറെൻറ്റ് പാത്ത് വേയിൽ സ്വീകരിച്ച് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ എങ്ങനെ വന്നത്? ഞാൻ എൻ്റെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരെന്തായാലും ഡ്രോപ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പരമാവധി ഇപ്പം എന്നെ ട്രൈ ചെയ്ത് നോക്കാം, ഇതിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഇയർ കളയണ്ടല്ലോ എന്നുള്ളതായിരുന്നു അവരൊക്കെ പറഞ്ഞത്. തുടങ്ങിയ സമയത്ത് ഏതൊക്കെ റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ഇത്ര എന്തായാലും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും എന്തായാലും കൂടുതലാണ്. 1000-ന്റെ ഉള്ളിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. UG ടൈം, അതായത് BDS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡിയസ് പേഴ്സൺ ആണോ ബാച്ചിലെ? എങ്ങനെയാണ്? ബാച്ചിലെ ടോപ്പർ ആയിരുന്നു. സംഭവം അറിയാണ്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ MDSന് അത്ര ഇത് കൊടുത്തായിരുന്നില്ല. സത്യം ഇത്തിരി എക്സോസ്റ്റഡ് ആയിരുന്നു. ഇപ്പൊ 4 വർഷം നമ്മൾ എന്തായാലും ഇത്ര പഠിച്ചു, യൂണിവേഴ്സിറ്റി ലെവലിൽ എക്സാം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഫ്രീ പീരീഡ് ആണല്ലോ നമ്മൾ കൂടുതൽ വർക്കിംഗ് ആയി അപ്പോഴേക്കും. അപ്പം പിന്നെ സ്റ്റഡിക്ക് തിരിച്ചു വരാൻ നല്ല പാടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 2 to 3 hours മാത്രമേ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ റിയലൈസേഷൻ എന്തായാലും ചെയ്തേ പറ്റൂ ഇത്. കാരണം അതല്ലാണ്ട് എനിക്ക് വേറെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ബാക്കപ്പ് ആയിട്ട്. എന്തായാലും വർക്ക് ചെയ്യാൻ പോകുന്നൊന്നുമില്ല, നേരിട്ട് കയറണമെന്നല്ലേ? പീഡോ ആണ് എനിക്ക് താല്പര്യം. ഓർത്തോയും നോക്കുന്നുണ്ട്. പീഡോ അല്ലെങ്കിൽ ഓർത്തോ എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി ചോയ്സ്. വേറെ ഏതെങ്കിലും ബെറ്റർ റാങ്ക് കിട്ടി ഈ 2 സ്പെഷ്യാലിറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ? മേ ബി റാങ്ക് 1 കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് ചൂസ് ചെയ്യും? പീഡോ അല്ലെങ്കിൽ ഓർത്തോ തന്നെയാണ്. സോ വേണ്ട ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ എത്താൻ പറ്റിയെന്നുള്ളതാണ്. ഈ മേ ബി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇതിന് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലീഗാണ്? എന്താണ്? നമ്മൾ 4 വർഷം പഠിക്കുമ്പോഴും കുറച്ചും കൂടി കോൺസെപ്റ്റ്വലായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചും നമ്മൾ MCQ ബേസ്ഡോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് എല്ലാം നോക്കണം. എങ്ങനെയും നമ്മളൊരു മാർക്ക് എഴുതുമ്പോൾ മാർക്ക് എങ്ങനെ കിട്ടും, ആരും നമ്മൾ ലെങ്തി ആൻസറുകൾ ഉണ്ടാക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഡയഗ്രാമാറ്റിക് ആക്കാം, അങ്ങനെയാണല്ലോ ശ്രമിക്കുക. പ്രസന്റേഷൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ പോയിന്റ്സ് ഒന്നും വിടാൻ പറ്റില്ല. എല്ലാം പോയിന്റ് വൈസ് ആയിട്ട് ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ ബുക്കിലുള്ളതും കൺസെപ്റ്റ് അറിയണം. അപ്പോൾ ആ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഇയർ തൊട്ട് 4th year വരെ ചെയ്യുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് MCQ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ തന്നെ. ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു പീക്ക് ടൈമിലൊക്കെ? പീക്ക് ടൈമിൽ ഒരു 500-700 അങ്ങനത്തെ ഒരു 500-700 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? എല്ലാ ദിവസവും ബുദ്ധിമുട്ടായിരുന്നു കീപ്പ് അപ്പ് ചെയ്യാൻ. എന്നാലും
ഡെയിലി തന്നെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷെ സ്റ്റിൽ അതൊരു മോസ്റ്റ് ഓഫ് ദ ഡേ കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഈ അവസാനത്തെ ടൈമിലുണ്ട് ഇന്റേൺഷിപ്പിലൊക്കെ നല്ല പാടായിരുന്നു, അത് പറ്റുണ്ടായിരുന്നില്ല കുറച്ചും കൂടി. അത് ഞാൻ പറഞ്ഞ മറ്റേ ആപ്പിലുണ്ടായിരുന്ന ചാപ്റ്റർ വൈസ് ഉള്ള ചോദ്യങ്ങൾ ഈ ഫ്രീ ടൈമിലൊക്കെ ഇന്റേൺഷിപ്പിലായാലും ചില ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ ചെയ്യാനൊക്കെ ശ്രമിക്കും. ആപ്പ് ആയതുകൊണ്ട് ഈസിയാണ്, നമുക്ക് ബുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ. ആൻഡ് ഈ വർഷം ചെയ്ത ഒരു നല്ല കാര്യം, അതായത് ഇന്ന റാങ്കിലേക്ക് 130 സംതിങ്ങിലേക്ക് 166 എത്താൻ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്ന ഞാൻ ചെയ്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നത് മേ ബി 1 or 2 things. ഞാൻ നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക. മീൻസ് അങ്ങനെ ഫുള്ളായിട്ടുള്ള കോൺസെപ്റ്റ്സ് നോട്ട്സ് അല്ല, നമ്മൾ മറന്നു പോകുന്ന തോന്നുന്ന കാര്യങ്ങൾ ഒരു കുഞ്ഞു നോട്ടിൽ ഇങ്ങനെ ആ പോയിന്റ് വൈസ് മാത്രം നമ്മൾ അവസാന നിമിഷം നോക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കത്തും. അതാണ് അതിൻ്റെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് എഴുതിയായിരുന്നു. അതാണ് എനിക്ക് മെയിനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു റിവിഷൻ്റെ സമയത്ത്. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇന്റേൺഷിപ്പിൽ അത് പാടാണ്. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് ഒരു 8 months ആ ഒരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. ഒരു സിമിലർ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ, ചെയ്ത് ഇത് വേണ്ടായിരുന്നു, അത് അത്ര യൂസ്ഫുൾ ആയിട്ടില്ല, മേ ബി ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വേണ്ടാത്തൊരു പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ എന്നാലും ചെയ്തിട്ടുണ്ട്. മേ ബി നമുക്ക് പലതും റിഫൈൻഡ് ആവില്ല, നമ്മളൊരു പിറ്റ് ഫോൾസ് ഉണ്ടാവും, നമ്മളൊരു അത് ചെയ്യേണ്ടില്ലായിരുന്നു. അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുമായിരുന്നോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? അല്ല, ഈ പ്രിപ്പറേഷന് വേണ്ടി അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല. മറ്റേ ഫസ്റ്റ് ഇയർ ടു ഫോർത്ത് ഇയർ ആൻസേഴ്സ് ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണോ, എന്താണ് പ്രിപ്പറേഷന്റെ കണ്ടന്റ് മെറ്റീരിയൽ ഒന്ന് കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാം. ബാട്ടിൽ നിന്ന് കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചായിരുന്നു. അത് നല്ല പോയിന്റ് വൈസ് ആയിട്ട് അല്ലാണ്ടായിരുന്നു, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നോട്ട്സ്, ക്ലാസ് നോട്ട്സ്, പ്രിന്റഡ് ക്ലാസ് നോട്ട്സ് അല്ലേ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. എനിക്ക് കുറച്ചും കൂടി കയ്യിൽ പിടിച്ച് നോക്കി നടന്ന് പഠിക്കാൻ. ഇങ്ങനെ ആപ്പിൽ നോക്കുമ്പോൾ മൊബൈലാണെങ്കിലും ഒന്നില്ലെങ്കിലും നോക്കുന്നത്. അപ്പൊ അതിനേക്കാളും ഭേദമാണ് എനിക്ക് ഹാർഡ് നോട്ട്സ് ആയിട്ട് സൈഡിലൂടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡിസ്ട്രാക്ഷൻസ് ഭയങ്കര ഇതാണല്ലോ. അത് അല്ലാണ്ട് നോക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു അത് ആ ബുക്സിൽ കാര്യങ്ങൾ മൊത്തം. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് അധികം പോയില്ല, കാരണം എന്തായാലും അതിൽ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വരും. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസ് ഹാൻഡിൽ ചെയ്തിരുന്നത്? മേ ബി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹാങ് ഔട്ട്സ് ഉണ്ടാവും, മാരേജ് ഫങ്ഷൻസ് ഉണ്ടാവണം, പാർട്ടീസ് ഉണ്ടാവും. പിന്നെ പണ്ടത്തെ പോലെ +2 പോലെ ഇരുന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നേരത്തെ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം, കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ്, പാരൻസ്, ഇതൊക്കെ കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനിടയിൽ ഈ ഒരു 10 to 12 hours പഠിക്കാൻ എടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? കുറച്ച് ഫങ്ഷൻസ് ഒക്കെ എന്തായാലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് സാക്രിഫൈസ് എന്തായാലും ചെയ്തേ പറ്റൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അവസാനത്തെ മാസങ്ങളെ വെബിൽ പോയി ലോഗിൻ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. മറ്റേ അതിന് അവസാനത്തെ 2-3 months മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി ഞാൻ സ്പെസിഫിക്കലി ചോദിക്കുന്നത്, ഈ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അറിഞ്ഞൂടെ എത്രയൊക്കെ കോംപ്രമൈസ് ചെയ്യണോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. സാക്രിഫൈസ് എന്തായാലും വേണം. ടോപ്പ് റാങ്ക് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റിക്ക് പോകുക എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണെന്നുള്ളത് അല്ലേ. ഈ വർഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കും? അതായത് മേ ബി എസ്റ്റ് തന്നെയാണ് ഒന്ന് റിവേഴ്സ് ഗിയറിലിട്ട് ഒരു വർഷം ബാക്കോട്ട് പോയി എന്ന് വയ്ക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രിപ്പറേഷനിലേക്ക് നോക്കും? ഇന്റേൺഷിപ്പിൽ എന്തായാലും തുടങ്ങാം. ഇന്റേൺഷിപ്പിൽ എന്തായാലും നോക്കണം എന്നല്ല അല്ലേ? ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. അത് ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണോ ഇല്ലെങ്കിൽ മീൻസ് അങ്ങനെ ഒരു ടൈം ഇതും കളയാൻ ഉദ്ദേശിക്കില്ല, എന്തായാലും ഇന്റേൺഷിപ്പിൽ തന്നെ തുടങ്ങണം. അത് ഡെയിലി ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ച് സമയമാണ്, എല്ലാ ദിവസവും അവിടെ ബുക്കിന്റെ അവിടെ ഒന്ന് വന്ന് ഇരിക്കുന്നു നോക്കാം. അങ്ങനെ ഇരുന്നാലാണ് നമുക്ക് കുറച്ചും കൂടി പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ തോന്നുള്ളൂ. അത് അപ്പൊ ആ ഒരു 2 to 3 hours മാറ്റി വെക്കാൻ പറ്റും. രാത്രി പറ്റിയില്ലെങ്കിൽ കാലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും നോക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ നന്നായിരുന്നു. ഓക്കെ. ആൻഡ് ഈ കൂടുതൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയാണ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കാണോ അല്ലെങ്കിൽ MCQ ബുക്സ് ആണോ, ആപ്പാണോ, എങ്ങനെ യൂസ് ചെയ്തിരുന്നു? ആപ്പ് ചെയ്തായിരുന്നു. മെയിനായിട്ട് ഈ ക്ലിനിക്കിലിരിക്കുമ്പോൾ നമുക്ക് ബുക്കുകളെക്കാളും കൂടുതൽ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് ആപ്പുകളാണല്ലോ. അപ്പോൾ വെറുതെ നിൽക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ആപ്പ് എടുത്ത് അതിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മളെ കൊളീഗ്സ് ഭയങ്കര പഠിപ്പിയാണെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രൊഫഷൻ തുടങ്ങിയോ ഇതുപോലത്തെ കമൻസ് ഒക്കെ വരാറുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ടിങ് ആയിരുന്നു? എങ്ങനെയാ? പ്രിപ്പറേഷൻ ഒപ്പം ചെയ്യണവരുണ്ടായിരുന്നു, അവർ കുഴപ്പമില്ല. പക്ഷെ ചിലവർ പ്ലാൻ ഇല്ലാത്തവരും ഉണ്ട്, പറയുന്നവർ പറയുന്നു. അല്ല, ആ സമയത്തേക്ക് നമുക്കുണ്ടാവുന്ന ഓരോ പ്രഷേഴ്സ് ആണല്ലോ. നമ്മൾ ഇരുന്ന് മാത്രം പഠിക്കുമ്പോൾ ബാക്കി ആളുകൾ മുന്നിൽ ഒരു ഡിസ്ട്രാക്ഷന്മാർ ഫീൽ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകേണ്ട കാര്യം തന്നെയാണ് അല്ലേ.
നിർബന്ധമായിട്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ലേണിംഗ് അതാണ്. ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് അടിപൊളിയായിട്ട് തന്നെ അത് ഫോക്കസ് ചെയ്ത് തന്നെ കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസോ കുറച്ചധികം സാക്രിഫൈസുകളോ വേണ്ടി വരും. നമ്മൾ ഇഷ്ടപ്പെട്ട പരിപാടിയിലേക്കോ ചിലതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഫാമിലി ഫംഗ്ഷന് പോകാൻ പറ്റാത്തതിന് ആരോടും ചീത്ത കേൾക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിൽ റെഗുലറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ ടോപ്പർ അല്ലെങ്കിൽ റാങ്ക് വാങ്ങുക ഡസിൻ മീൻ അത് നമ്മളിങ്ങനെ പഠിച്ചു വന്നപ്പോൾ നമുക്കിങ്ങനെ കിട്ടിപ്പോയതാണെന്നല്ല, ഒരുപാട് സാക്രിഫൈസ് അതിൻ്റെ പിന്നിലുണ്ടാവും. പ്ലാൻഡ് ആയ ആളുകൾക്ക് മാത്രം തന്നെ റാങ്ക് വരും. മേ ബി പ്ലാൻഡ് ആയിട്ടുള്ള 10 പേരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ബെസ്റ്റ് ആൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ലെക്ക് ഉണ്ട് എന്ന് പറയാം. ബട്ട് പ്ലാൻഡ് അല്ലാണ്ട് ഒരിക്കലും ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഫൈനൽ നോട്ട് എന്താ പറയാനുള്ളത്? മേ ബി സം ഓഫ് ദ ഗുഡ് പേഴ്സൺ ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് പ്രിപ്പറേഷനിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായ പേഴ്സൺസ് ഉണ്ട്. പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, കൊച്ചിയിൽ പഠിപ്പിച്ച ഫാക്കൽറ്റീസ് ആവാം, മെൻറ്റേഴ്സ് ആവാം. എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതർ ദാൻ ഹിമാനി മാഡം? എല്ലാത്തിനും. പിന്നെ ശില്പ മാം, PhD ശില്പ മാം എക്സലന്റ് കോളേജിലെ ഫാക്കൽറ്റിയാണ് മാം. അപ്പൊ ആളുടെ ക്ലാസ്സുകളും കണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിരുന്നു ചെയ്യാൻ, MDC ചെയ്യാനും എല്ലാത്തിനും. അവർക്കെല്ലാവർക്കും എനിഹൗ ഫസ്റ്റ് ചാൻസിൽ തന്നെ വേണ്ടൊരു സ്പെഷ്യാലിറ്റി കിട്ടിയ എന്നുള്ളതാണ്. ഈവൻ ദോ റാങ്ക് 1 കിട്ടിക്കഴിഞ്ഞാലും എടുക്കാൻ പോകുന്നത് ഇതേ സ്പെഷ്യാലിറ്റി തന്നെ എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് ലൈക്സ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇനിയും ഫർദർ സ്റ്റഡീസ് മേ ബി MDSൽ ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ടോപ്പറോ ഒക്കെ ആവാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് മോർ ദാൻ ദാറ്റ് നല്ലൊരു ക്ലിനീഷ്യൻ ആവാൻ, അല്ലേ? എൻഡോയോ പീഡോ അല്ലെങ്കിൽ ഓർത്തോയിലേക്ക് പോകുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. നമ്മൾ അക്കാഡമിക്കലി പഠിക്കുന്നതിനാൽ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്സ് എൻ്റെ ഡിഫറെൻറ്റാണ്. തോന്നുന്നു അതിൽ ഇനിയും ഫർദർ ആയിട്ടുള്ള എഫേർട്ട് എന്തായാലും ഇടേണ്ടി വരും. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്താ പറയുക, ബുക്ക് സ്നേഹിക്കുക അല്ലെങ്കിൽ പഠിക്കുക, തിയറി കൊണ്ടുവരിക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇനി പേഷ്യൻസിൻ്റെ മുകളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതിലൊക്കെ നല്ല സക്സസ് ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.